മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ പയ്യനടത്ത് കാട്ടുപന്നിക്കൂട്ടം ഇടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. പയ്യനടം സ്വദേശികളായ കുറ്റിക്കാട്ടിൽ ഹിസാനു, തൊട്ടിപ്പറമ്പൻ ഹബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിക്കാണ് സംഭവം. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു നേരെ റോഡിന് സമീപത്തെ കാട്ടിൽ നിന്നെത്തിയ പന്നിക്കൂട്ടം ഇടിക്കുകയായിരുന്നു. ഹിസാന കാൽമുട്ടിലും കൈകൾക്കും തലയ്ക്കും പല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. ഹബീബിന്റെ കൈമുട്ടിലും കാലിലുമാണ് പരിക്ക്. ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടി ഇങ്ങനെ പോയിരുന്നു. പോകുന്ന സമയത്ത് പന്നി വന്നിട്ട് വണ്ടി നമുക്ക് അന്ന് എടുക്കുകയാണ് ചെയ്തത്. രണ്ടാളും മൂന്നും പരിക്കുകൾ പറ്റാണ് ചെയ്തത്. പ്രത്യേകിച്ച് വായിലാണ് പരിക്കൊക്കെ. പല്ലുകൾക്ക് നല്ല വേദന ഉണ്ട്. പിന്നെ നെറ്റിയിലും മുറിയായിട്ടുണ്ട്. കാലുകൾക്കും കാലുകളിൽ മുറിയായിട്ടുണ്ട്. നല്ല പിന്നെ ഒരു ചതവ് ഒടിവെന്തുണ്ടെന്ന് പറയുന്നു. ഒന്ന് കാണിക്കണം അല്ലെങ്കിൽ ഡോക്ടറെ. മുൻനിരയിലുള്ള പല്ലുകൾക്ക് നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഡോക്ടറെ കാണിച്ചിട്ട് ബാക്കിയുള്ള നടപടികൾ നോക്കണമെന്നാണ്. വെള്ളപ്പാടം, പുല്ലൂന്നി, പയ്യനടം മഹിളാ സമാജം, വില്ലേജ് പരിസരം എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് കാട് പിടിച്ചു കിടക്കുന്നത് കാരണം പന്നിക്കൂട്ടം ഈ കാടുകളിലാണ് കഴിയുന്നത്. ഈ ഭാഗങ്ങളിൽ പാമ്പുകളുടെ ശല്യവുമുണ്ട്. മാത്രമല്ല പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് കാരണം തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഈ ഒരു ഉണ്ണിമാരുടെ സ്ഥലമാണ് എന്ന് പറയുന്നു. അവരിപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല. അവർ എറണാകുളത്തെ എവിടെയൊക്കെ താമസം. പക്ഷേ ഒരു ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. അത് കാട് കെട്ടിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ട്. നമ്മൾ ഈ പരിസരവാസിയാണ്. അപ്പോൾ എനിക്കും നല്ല ബുദ്ധിമുട്ടാണ്. പന്നി കൂട്ടങ്ങളാണ്. പിന്നെ അതുപോലെ അത് മലമ്പാമ്പിനെ കണ്ടിരുന്നു കഴിഞ്ഞ വർഷം. അതെന്താപ്പം സ്ഥിതിയെന്ന് അറിയില്ല. ഈ കാട് കഴിഞ്ഞ വർഷം ഇങ്ങനെ പഞ്ചായത്ത് ഇടപെട്ടിട്ടൊന്ന് വെട്ടിയതാണ്. ഇപ്പോൾ വീണ്ടും അതുപോലെ അതിലേറെ വന്നിട്ടുണ്ട്. തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവണമെന്ന് വിചാരിക്കണം. മെമ്പറോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്നൊരു മറുപടി വേണം അപ്പോൾ ഇതിന്. അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ രാവിലെ നേരം വിളിച്ചാകുമ്പോൾ പിന്നെ മദ്രസയിലേക്കും ഒക്കെ പോണ കുട്ടികളുണ്ട്. ഇവിടെ പട്ടിയുടെ ശല്യങ്ങൾ അങ്ങനെ. അതുകൂടാതെ പന്നി ഇപ്പം ഇന്നലെ 2 പയ്യന്മാർ ബൈക്കിൽ ഇടിച്ച് തള്ളിയിട്ട് അവർ നല്ല പരിക്കുണ്ട്. പന്നികളും തെരുവ് നായ്ക്കളും കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. രാവിലെ മദ്രസയിലും സ്കൂളിലും കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ ഭയക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ കാട് വെട്ടാൻ അധികൃതർ പലതവണ നിർദ്ദേശം നൽകിയതാണെങ്കിലും കാട് വെട്ടിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട് വെട്ടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളെ വീടിൻ്റെ ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ട് വളരെ ഒരു 1, 2, 3 ആൾക്ക് ഹൈറ്റിലൊക്കെ വളരെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. രണ്ടാൾ ഒരു 8 മണിക്ക് ഒരു കൂട്ടം പന്നി വന്നിട്ട് മറ്റേ ഈ ബൈക്കിലുള്ള ആളുകളെ തട്ടി മാറ്റി അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റിലാണ്. അതിൻ്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് ആക്സിഡൻറ്റ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും പുറത്ത് പറയാറില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്തിലും അതിന് ബന്ധപ്പെട്ട അനുബന്ധിച്ച ആളുകളോടൊക്കെ ഇത് കുറേ പറഞ്ഞതാണ്. ആരും ചെവികൊള്ളണില്ല. പിന്നെ അതുപോലെ മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 100-150 മീറ്റർ അകലെയാണ് സ്കൂളുള്ളത്, മദ്രസ ഉള്ളത്. അപ്പോൾ അതിന് പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അത് അപകടമാണ്. അതുപോലെ പാമ്പ് ഈ 3-4 വീടുകളിൽ ഡെയിലി 1-2 പാമ്പിനെ കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ മാലിന്യങ്ങൾ, കോഴി വേസ്റ്റ്, അതുപോലെ കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിലെ വേസ്റ്റുകളൊക്കെ ഈ പ്രദേശത്താണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധിച്ച പഞ്ചായത്തുകളിലും ഇതിൻ്റെ ആളുകളും ഈ സ്ഥലത്തിൻ്റെ ഉടമനോടൊക്കെ ഒരുപാട് തവണ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതാരും ചെവികൊള്ളണില്ല. ഇതിൻ്റെ ഓണർക്ക് തീരെയും ഇതിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാവുന്നത്. 19 വർഷമായിട്ട് ഇതിൻ്റെ ഓർമ്മയിലത്. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.